കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഉത്സവത്തിനിടെ ആനയിടഞ്ഞത് 3 പേർ മരിച്ച സംഭവത്തിൽ കേസെടുത്തു. അസ്വാഭാവിക മരണത്തെ തുടർന്നാണ് കേസെടുത്തത്. സംഭവം നടന്ന മണക്കുളങ്ങര ഭഗവതി ക്ഷേത്രവും സംഭവത്തിൽ മരിച്ചവരുടെ വീടുകളും വനമന്ത്രി AK ശശീന്ദ്രൻ സന്ദർശിക്കും. വിശദാംശങ്ങളുമായി റിയാസ് KM ചേരുന്നുണ്ട്. റിയാസ്, ഈ കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഉത്സവത്തിനിടെ ആനയിടഞ്ഞ സംഭവത്തിൽ ഇപ്പോൾ 3 മരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഈ സംഭവത്തിൽ കേസെടുത്തിരിക്കുകയാണ്. കൂടാതെ കോടതിയുടെ ഇടപെടലൊക്കെ ഈ സംഭവത്തെ തുടർന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് ഹരിത. ഈ ഏറെ സങ്കടകരമായ ഒരു സാഹചര്യമായിരുന്നു കൊയിലാണ്ടി കുറുവങ്ങാട് മണക്കുള ഭഗവതി ക്ഷേത്രത്തിന്റെ ഉത്സവത്തിനിടെ ആനയിടഞ്ഞ് 3 പേർ മരിക്കാനിടയായ ഒരു സാഹചര്യം. അതിൽ കർശനമായ നടപടികൾ വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കൊയിലാണ്ടി പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിത 194 വകുപ്പ് പ്രകാരം അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തത്. ഈ ഒരു സംഭവത്തിൽ ഇനി പോലീസിന്റെ സമഗ്രമായ ഒരു ഊർജിതമായ ഒരു അന്വേഷണം നടക്കും. അതിനു പുറമെ തന്നെ ഇവിടെ ചില വീഴ്ചകൾ ഉണ്ടായതായി വനംവകുപ്പ് അധികൃതർ വനമന്ത്രി AK ശശീന്ദ്രന് സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അതിൽ തന്നെ ഉത്സവത്തിൽ ആനയെ എഴുന്നള്ളിച്ചതിന്റെ നാട്ടാന പരിപാലന ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടതായി ഇതിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ആനയെ എഴുന്നള്ളിക്കുന്നതിനുള്ള ക്ഷേത്രത്തിന്റെ അനുമതി റദ്ദാക്കാൻ നടപടി സ്വീകരിച്ചതായും വ്യക്തമാക്കുന്നു. ഇന്നലെ ADMന്റെ അധ്യക്ഷതയിൽ ജില്ലാതല നാട്ടാന പരിപാലന സമിതിയുടെ ഒരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ കോഴിക്കോട് ജില്ലയിൽ ഈ മാസം 21 വരെ ആനയെ എഴുന്നള്ളിച്ചുള്ള എല്ലാ പരിപാടികളും റദ്ദ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കുറുവങ്ങാട് മണക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന്റെ ആന പരിപാലനത്തിനുള്ള ലൈസൻസും റദ്ദ് ചെയ്യുന്നൊരു സാഹചര്യം ADMന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന യോഗത്തിൽ ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഈ ക്ഷേത്രം അധികൃതർക്ക് വീഴ്ച സംഭവിച്ചതായി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നുമുണ്ട്. ഈ മറ്റൊന്ന്, ഇതിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് വനമന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കുന്നത്. അതിൽ തന്നെ പറയുന്നത് ആനയ്ക്ക് ഇടച്ചങ്ങല ഇടാതിരുന്നതും തൊട്ടടുത്ത് പടക്കം പൊട്ടിച്ചതുമാണ് അപകട കാരണമെന്ന് പറയുന്നുണ്ട്. ഈ ഒരു കുറ്റത്തിന് വനംവകുപ്പും ഈ കാര്യത്തിൽ കേസെടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഈ മരിച്ച 3 പേരുടെയും മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംസ്കരിച്ചത്. ഇന്നലെ വൈകിട്ട് ആണ് വീട്ടുവളപ്പിൽ സംസ്കരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ് 30-ലേറെ പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലും കഴിയുന്നുണ്ട്. അതിനിടെ വനമന്ത്രി AK ശശീന്ദ്രൻ അല്പസമയത്തിനകം ഈ സംഭവം നടന്ന കൊയിലാണ്ടിയിലെ മണക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തും. അത് കഴിഞ്ഞ് മരണപ്പെട്ട 3 പേരുടെയും വീടുകളിലെത്തി അദ്ദേഹം കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കും. ഇതിൽ തന്നെ പലരും ആവശ്യപ്പെടുന്ന ഒരു കാര്യം, സാധാരണ കാട്ടാന കുത്തി മരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാട്ടാനയുടെ കുത്തേറ്റ് മരിച്ചു കഴിഞ്ഞാൽ അത്തരം ആളുകൾക്ക് വലിയ നഷ്ടപരിഹാരം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇത് ഉത്സവത്തിനിടെയാണ്, നാട്ടാനയാണ്. അതുകൊണ്ട് ഈ നഷ്ടപരിഹാരം ഇവർക്കും ലഭ്യമാക്കണമെന്നൊരു ആവശ്യം ഉയർന്നു വരുന്നുണ്ട്. അത് ഏത് തരത്തിൽ സർക്കാർ പരിഗണിക്കുമെന്നുള്ളത് ഇന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ അല്പസമയത്തിനകം സന്ദർശനം നടത്തുമ്പോൾ മാത്രമാണ് അദ്ദേഹമാണ് വ്യക്തമാക്കേണ്ടത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ജില്ലയിലുണ്ട്. അതിൽ മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ നടത്തുമോ എന്ന് അറിയേണ്ടതുണ്ട്. ഇന്നലെ മന്ത്രി MB രാജേഷ് ഈ മരിച്ചവരുടെ വീടുകൾ സന്ദർശിച്ചിരുന്നു. അങ്ങനെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും കൂടുതൽ നടപടികൾ വരുന്നു. നേരത്തെ ഹരിത സൂചിപ്പിച്ചതുപോലെ ഹൈക്കോടതിയുടെ അടക്കം ഭാഗത്തു നിന്നുള്ള വിമർശനങ്ങൾ വരുന്നു. അത്തരം കാര്യങ്ങളിലുള്ള ശ്രദ്ധ, ഈ ഉത്സവങ്ങളിൽ ആനയെ എഴുന്നള്ളിക്കുമ്പോൾ പാലിക്കേണ്ട ചട്ടങ്ങൾ കൃത്യമായി പാലിക്കാതെയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത് എന്നുള്ള ആക്ഷേപങ്ങൾ വിശ്വാസി സമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ, ഇത്തരം ആനയെ എഴുന്നള്ളിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ കടുത്ത ചൂടുള്ള സമയത്ത് ആനകളെ എഴുന്നള്ളിക്കാതിരിക്കുക, അല്ലെങ്കിൽ ആനയുടെ പരിസരത്ത് വെച്ച് പടക്കം പൊട്ടിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള മോണിറ്ററിംഗ് കമ്മിറ്റികൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൃത്യമായി അത് അനുമതി കൊടുക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ പാലിച്ചോ അല്ലെങ്കിൽ പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നില്ല എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതിനാവശ്യമായ തുടർ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. ഹരിത. റിയസ്, അതേസമയം തന്നെ ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് മതവിളകി 2 ആനകളെ കുറിച്ചുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഇപ്പോഴും അവരുടെ നില ഓക്കെ ആണോ എന്നുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? 2 ആനകളാണ് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഒന്ന് പീതാംബരൻ എന്ന് പറയുന്ന ആനയാണ്, മറ്റൊന്ന് ഗോകുൽ എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ആനകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ കൂടുതൽ വ്യക്തമാകേണ്ടതുണ്ട്. അത് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ തന്നെ അല്പസമയത്തിനകം ഈ സന്ദർശനം കഴിഞ്ഞ്
അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ വ്യക്തമാക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ പ്രധാനമായും ഇതിൽ 3 പേരുടെ മരണമാണ് സംഭവിച്ചത്. അവരുടെ കുടുംബത്തിന് ആവശ്യമായ നഷ്ടപരിഹാരം പോലുള്ള കാര്യങ്ങളാണ് ഇനി അനിവാര്യമായിട്ടുള്ളത്. അതാണ് ജനങ്ങൾ കൂടുതലായും ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് ആ കുടുംബങ്ങളെ സംബന്ധിച്ച് തീരാ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗങ്ങളാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇതിൽ കൃത്യമായ നഷ്ടപരിഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാട്ടാന കുത്തി മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നഷ്ടപരിഹാരം അത് നാട്ടാനയുടെ കാര്യത്തിലും ഉണ്ടാകണമെന്നുള്ള ഒരു ആവശ്യം ഈ ജനങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ എത്തരത്തിലായിരിക്കും സർക്കാർ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് വനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം അദ്ദേഹത്തോട് നമുക്ക് ആരായാം. അദ്ദേഹം തന്നെ അത് വ്യക്തമാക്കട്ടെ. ഹരിത.